നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്ററിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്നാണ്. ഈ ചാപ്റ്റർ യഥാർത്ഥത്തിൽ തുടർന്നു വരുന്ന ചാപ്റ്ററുകളുടെ ഒരു തുടക്കമാണ്. അതിന്റെ അർത്ഥം ഈ ചാപ്റ്ററാണ് ബേസ്. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നു പോകുന്നത്. അപ്പം ഈ ചാപ്റ്റർ മനസ്സിലായെങ്കിൽ മാത്രമേ അടുത്ത ചാപ്റ്ററുകളിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ചാനലുകളുണ്ട് അല്ലെ, ഇതിന്റെ താഴെ ചാനലിന്റെ ലിങ്ക് ഉണ്ട്. ആ ചാനലിലെ ടെലിഗ്രാം ചാനലിലേക്ക് വരാം. അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അല്ലെ. നോട്ടൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് നോക്കി, എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. പ്രോഗ്രാമിംഗിന്റെ തത്വങ്ങൾ അല്ലെ, പ്രോബ്ലം സോൾവിംഗിന്റെയും പ്രോഗ്രാമിംഗിന്റെ ഒക്കെ തത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിൻസിപ്പിൾസ്. നമുക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ കേട്ടിട്ടുള്ളവർക്കറിയാം. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാമുകൾ എഴുതി തയ്യാറാക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. ആ വാക്കായിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ചിലപ്പം. അപ്പൊ പ്രോഗ്രാമുകൾ എഴുതി തയ്യാറാക്കുന്ന പ്രക്രിയ. പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കളക്ഷനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശങ്ങൾ എഴുതി തയ്യാറാക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തായിരിക്കും, ആ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിർദ്ദേശങ്ങൾ എഴുതുന്നത്. അങ്ങനെ എഴുതി തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം എഴുതാൻ വേണ്ടി ആ ചെയ്യുന്ന പ്രക്രിയ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിംഗ് എന്താണ്? പ്രശ്ന പരിഹാരമാണ് അല്ലെ. എന്താണ് ഈ കമ്പ്യൂട്ടറും പ്രോബ്ലം സോൾവിംഗ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു അല്ലെ. ആ പ്രശ്നങ്ങളൊക്കെ കമ്പ്യൂട്ടർ പരിഹരിക്കാൻ പറ്റുമോ? എല്ലാം പറ്റില്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും അല്ലെ. നിങ്ങൾ ഇപ്പം ഏകജാലകത്തിലൂടെ ആയിരിക്കും നിങ്ങൾ +1 അഡ്മിഷൻ നേടിയിരിക്കുന്നത്. ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത്? ഇതിന് മുമ്പ് എന്താണ്? അതാത് സ്കൂളുകളിൽ ചെന്ന് ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ച് അവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് അതാത് സ്കൂളുകൾ അവരുടേതായ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കി നമ്മൾ ഓരോ സ്കൂളിൽ നിന്നും മെമ്പർ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, നമ്മൾ അതാത് സ്കൂളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അത് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറായിരുന്നു. ഈ പ്രൊസീജിയറിന് ഒരുപാട് കാലതാമസം എടുക്കും. ഏകദേശം ഒരു ഓണപരീക്ഷയൊക്കെ കഴിയുമ്പോഴാണ്, സാധാരണ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഓണപരീക്ഷ കഴിയുമ്പോഴാണ് +1 അഡ്മിഷൻ പൂർത്തിയാവുന്നത്. അങ്ങനെയായിരുന്നു മുൻപ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെ ആ പ്രോബ്ലത്തെയൊക്കെ പരിഹരിച്ചു. ആ കാലതാമസമായിരുന്നു അവിടുത്തെ പ്രോബ്ലം. കാലതാമസമൊക്കെ എന്ത് ചെയ്തു? പരിഹരിച്ചു. എന്തിലൂടെ? കമ്പ്യൂട്ടർ ഉപയോഗിച്ചു, നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ പരിഹരിച്ചു അല്ലെ. ഏകജാലകം പോലെ സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷനിലൂടെ. അങ്ങനെ അതായത് പ്രോബ്ലം സോൾവിംഗ് അല്ലെ. നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കമ്പ്യൂട്ടർ സഹായത്തോടെയും പ്രോഗ്രാം ചെയ്യുന്നതിലൂടെയും പ്രോഗ്രാമിലൂടെയും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ആണ്. നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ പല രീതിയിൽ സമീപിക്കും. ഒരു പ്രശ്നത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഹാര മാർഗം കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പല രീതിയിൽ. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയുന്നത്, ഒരു പേന ഇപ്പൊ വീട്ടിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പേനയില്ല, വീട്ടിലെല്ലാം നോക്കിയിട്ട് ഒരു പേന കിട്ടുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് പേന വേണം. നിങ്ങൾക്ക് ഒന്നുകിൽ തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പേന ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പേനയിലേക്ക് മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത കടയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം? ആ കടയിൽ പോയി പേന മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ പ്രശ്നം പേന വേണമെന്നുള്ളതായിരുന്നു. അത് നിങ്ങൾ പരിഹരിച്ചു. രണ്ട് രീതിയിലാണ് പരിഹരിക്കാം. രണ്ട് രീതിയിൽ പരിഹരിക്കും. ഓരോ രീതിക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഈ അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള അപ്രോച്ചുകളാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സമീപിക്കുന്നത് പല രീതിയിലാണ് സമീപിക്കുന്നത്. പ്രോബ്ലത്തിനനുസരിച്ചിരിക്കും ആ സമീപനം മാറും. പ്രധാനപ്പെട്ട രണ്ട് അപ്രോച്ചുകളാണ് ടോപ്പ് ഡൗൺ, ബോട്ടം അപ്പ്. ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും. ഈ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ പല ഭാഗങ്ങളാക്കി തിരിക്കുകയാണ് ചെയ്യുന്നത്. പല ഭാഗങ്ങൾ. എന്നിട്ട് ആ ഭാഗങ്ങളെ എല്ലാം ഓരോ ഭാഗവും എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ കമ്പൈൻ ചെയ്തു റിസൾട്ടിലേക്ക്. നമ്മൾ ഈ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ്? ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് അവസാനം വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ റിസൾട്ട് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസൈനാണ് ടോപ്പ് ഡൗൺ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്ക് പണിയുകയാണ്. ഒരു ഡെസ്ക് പണിയണം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു ബൈക്ക് നിർമ്മിക്കുന്നു. ഡെസ്ക് പണിയുന്നുണ്ടാ. നമുക്കൊരു ബൈക്ക് നിർമ്മാണശാലയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു ബൈക്ക് നിർമ്മിക്കുമ്പോൾ ആ ബൈക്കിന്റെ നിർമ്മാണം ഒറ്റയടിക്ക് ഒരു മോൾഡിനകത്ത്, ഒരു അച്ചിനകത്ത് വെച്ച് ബൈക്ക് ഉണ്ടാക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. ബൈക്കിന്റെ പല ഭാഗങ്ങളായിട്ട് ബൈക്കിന് തിരിക്കും അല്ലെ. അതിന്റെ വീല്, അതിന്റെ എഞ്ചിൻ, അതിന്റെ എന്താ പറയുന്നത്, പെട്രോൾ ടാങ്ക്, അതിന്റെ ഹാൻഡില്, അതിന്റെ മറ്റു ഓരോ സാധനങ്ങളും പല ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഓരോ ഭാഗവും സെപ്പറേറ്റ് നിർമ്മിച്ചിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ടോപ്പ് ഡൗൺ ഡിസൈൻ ഒരു ഉദാഹരണമാണ്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തെ സബ് ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡ് ചെയ്ത പ്രോബ്ലംസ് സബ് പ്രോബ്ലംസിനെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. എന്നിട്ട് ആ സബ് പ്രോബ്ലംസിന്റെ ആ റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. അതാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. എല്ലായിടത്തും നമുക്കിത് പറ്റത്തില്ല അല്ലെ? അപ്പൊ ഒരു പ്രോബ്ലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ഡിസൈനുകൾ, നമ്മൾ ഓരോ അപ്രോച്ചുകൾ ചെയ്യുക. അപ്പൊ ടോപ്പ് ഡൗൺ മനസ്സിലായല്ലോ. അപ്പൊ ഈ ടോപ്പ് ഡൗണിന്റെ വേറെ പ്രത്യേകത എന്താണ്? ഈ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗവും ഒരേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്തെടുക്കാം. ഇപ്പം വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഞ്ചൻ പണിയാം, അത് വേറൊരു യൂണിറ്റ് ആയിരിക്കും പണിയുന്നത്. ഇഞ്ചൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻഡിലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു എന്താ പറയുക പെട്രോൾ ടാങ്കോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ പണിയാം, ഒരു കുഴപ്പമില്ല. ഒരേ സമയത്ത് തന്നെ പണി നടക്കും. ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു, ഇത് കമ്പൈൻ ചെയ്തെടുക്കുന്നു. എന്നാൽ മറ്റൊരു ഡിസൈൻ രീതിയാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. വീട് എങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, പല ഭാഗങ്ങളാക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്നും ഭിത്തി എന്നും മേൽക്കൂര എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത മൊഡ്യൂൾ ചെയ്യാൻ പറ്റും. ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഭിത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഭിത്തിയുടെ നിർമ്മാണം കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത റൂഫിലേക്ക് പോകാൻ പറ്റൂ. അപ്പം ആ ഒരു രീതിയാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബോട്ടം അപ്പ് ഡിസൈനകത്ത് എന്താ ചെയ്യുന്നത്, സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി മാക്സിമം സബ് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ആ മെയിൻ പ്രോബ്ലത്തിന്റെ കംപ്ലീഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്രോഗ്രാമിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ. നമ്മൾ ഈ പ്രോഗ്രാമിംഗ് വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഒരു നേരം നമുക്ക് പെട്ടെന്ന് കുറച്ച് പ്രോഗ്രാം എഴുതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയയല്ല. ഏകജാലകം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് മാസങ്ങൾ എടുത്ത് പഠനവും നടത്തി അതിൽ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അത് ട്രയൽ റണ്ണൊക്കെ നടത്തി അവസാനമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കുന്നില്ല, പല ഘട്ടങ്ങളിലൂടെയാണ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഡെവലപ്പായി പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആ പ്രോഗ്രാം മാറുന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഈ ഘട്ടങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും. അതായത് ഈ ഘട്ടങ്ങൾ 7 ഘട്ടങ്ങളാണുള്ളത്. ഓരോ ഘട്ടങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഘട്ടങ്ങൾ കഴിയുമ്പോൾ, ആ ഘട്ടങ്ങളുടെ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും. അപ്പം ആദ്യത്തെ പ്രോബ്ലം ഐഡന്റിഫൈ. ഇപ്പോൾ നമ്മൾ അതിന്റെ പേരുകൾ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓരോന്നും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വിശദമായിട്ട് അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പം ആദ്യത്തെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ ഇത് സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു നോക്കുക. 7 സ്റ്റെപ്പുകളാണ്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോചാർട്ട്, കോഡിംഗ് ദ പ്രോഗ്രാം യൂസിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ. ഇതെന്താണ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയാത്തത്. അപ്പോൾ ഓരോ ഈ 7 പോയിന്റ് ഇപ്പം കാണാൻ പഠിക്കുക. നമ്മൾ ഓരോന്നും എടുത്ത് ഓരോന്നും നോക്കാൻ പോവാണ്. ആദ്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തുക എന്ന് പറയും അല്ലെ. നിങ്ങളൊരു അസുഖമായിട്ട് ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ അസുഖമായിട്ട് ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ കുറെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. എന്തിനു വേണ്ടിയാ? സുഖം അന്വേഷിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നിങ്ങൾക്ക് ആ അസുഖം വരാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് അദ്ദേഹം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ വയറുവേദനയാണെങ്കിൽ എന്തൊക്കെ ആഹാരമാണ് നിങ്ങൾ കഴിച്ചത്, എപ്പോഴൊക്കെയാണ് വേദന ഉണ്ടാവാറുള്ളത്, എപ്പോഴും ഉണ്ടോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ എന്തിനു വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്? പ്രശ്നത്തെ കുറിച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പ്രോബ്ലത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമമാണ് അദ്ദേഹം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കാരണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ എക്സാക്ട് സൊല്യൂഷൻ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അതായത് നമ്മളിപ്പോ ഒരു അസുഖത്തിന് പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ വയറുവേദന തന്നെ പല കാരണങ്ങൾ, ആഹാരത്തിലെ പ്രശ്നം കൊണ്ടുണ്ടാവും, മറ്റു വയറ്റിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. അപ്പൊ പ്രശ്നം പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ പ്രശ്നം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെങ്കിൽ സൊല്യൂഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡോക്ടർ എന്ത് ചെയ്യുന്നു, കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, മുമ്പിലിരിക്കുന്ന ഒരു പേപ്പർ എടുക്കും, പേപ്പറിനകത്ത് എന്ത് ചെയ്യും, എഴുതും. ആ പേപ്പറിനകത്ത് എഴുതി അദ്ദേഹം കുറെ കുറിപ്പ് അല്ലെ 1, 2, 3, 4 എന്നൊക്കെ ഇട്ടിട്ട് മരുന്നുകളുടെ പേരും അത് കഴിക്കേണ്ട രീതിയും, ആഹാരത്തിന് മുമ്പാണോ ശേഷമാണോ, 7 ദിവസമാണോ 1 മാസമാണോ കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് തരും. അത് നമ്മൾ അത് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ച് നമ്മൾ ആ രീതിയിൽ ഫോളോ ചെയ്യാമെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് അൽഗോരിതം ആൻഡ് ഫ്ലോചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ പഠിച്ച പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം കുറെ സ്റ്റെപ്പുകളാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോചാർട്ട് എന്താണ്? ആ സ്റ്റെപ്പുകളിൽ തന്നെ ചിത്രമായിട്ട് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഫ്ലോചാർട്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വീട് നിർമ്മിക്കാൻ പോവാണ്
നിങ്ങൾ ഒരു ആർക്കിടെക്ചറിനെ ഒരു എഞ്ചിനീയറിനെ വിളിച്ചു വരുത്തിട്ട് എനിക്ക് ആവശ്യങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇന്നടുത്താണ് എൻ്റെ എന്താ പറയുന്നത് കിച്ചൺ വരേണ്ടത്, ഇന്നടുത്ത് ബെഡ്റൂം ഉണ്ടായിരിക്കണം, ഇതേപോലെ എനിക്ക് സ്റ്റെയർ വേണം, എനിക്ക് നടുമുറ്റം വേണം, എനിക്ക് ഫ്രണ്ടിൽ എന്താ പറയുക ഗാർഡൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം വീട്ടിൽ പോയിട്ട് അദ്ദേഹം ഒരു പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് വരികയാണ്. ഓക്കെ, നിങ്ങളുടെ വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറേ മൂലയിലായിരിക്കും എന്ത് പറയുന്നത്, അല്ലെങ്കിൽ കിഴക്ക് തെക്കായിരിക്കും നിങ്ങളുടെ കിച്ചൺ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ട് തന്നു എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അത് വരച്ചും കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. ഏതായിരിക്കും എളുപ്പം നമുക്ക് മനസ്സിലാവുന്നത്? വരച്ചോണ്ട് വന്നതല്ലേ, വീടിന്റെ ഒരു പ്ലാൻ വരച്ചോണ്ട് വരുന്നതിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് എഴുതി വെച്ചിരിക്കുന്ന സാധനം പിക്ചറായിട്ട് വരച്ചേക്കുന്നു, അതാണ് അൽഗോരിതം ഫ്ലോ ചാർട്ടും. അൽഗോരിതം വെച്ചെന്നാണ് ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെയാണെന്നുള്ള, അല്ലെങ്കിൽ ഈ ഏതൊക്കെ സ്റ്റെപ്പിലൂടെ പോയാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ള ആ സ്റ്റെപ്പുകളെയാണ് അൽഗോരിതം എന്ന് പറയുന്നെങ്കിൽ, ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ആ സ്റ്റെപ്പുകളുടെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ്, പിക്ടോറിയൽ റെപ്രസെന്റേഷനാണ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് എന്നാണ്. പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട്. അപ്പൊ അൽഗോരിതത്തിന്റെ പിക്ചർ രൂപത്തിലുള്ള റെപ്രസെന്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് തോന്നിയ പോലെ അൽഗോരിതം എഴുതാൻ പറ്റുന്നത്, അൽഗോരിതത്തിന് എഴുതുമ്പോഴും അതേപോലെ അൽഗോരിതത്തിന് കുറെ പ്രത്യേകതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് ഇൻപുട്ട്. ഒരു അൽഗോരിതം തുടങ്ങുന്നത്, ഒരു അൽഗോരിതം നമ്മൾ എഴുതുന്ന സ്റ്റെപ്പുകളുടെ ആദ്യത്തെ സ്റ്റെപ്പുകൾ എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോബ്ലം പരിഹരിക്കാൻ എന്തൊക്കെ ഇൻപുട്ടുകൾ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് 2 നമ്പർ ആഡ് ചെയ്യണം എന്നുള്ളതാണ് പ്രോബ്ലം എങ്കിൽ 2 നമ്പറാണ് നിങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കെട്ടിടമാണ് നിർമ്മിക്കേണ്ടത്, അതാണ് നിങ്ങൾ കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത്, അതൊക്കെയാണ് ഇൻപുട്ട്. അപ്പൊ അൽഗോരിതം എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം പരിഹരിക്കാൻ ആവശ്യമായ എന്തൊക്കെ ഇൻപുട്ടുകളാണ് വേണ്ടത്, ആ ഇൻപുട്ടുകളായിരിക്കണം ആദ്യം ഇടുന്നത്. പിന്നെ ഓരോ നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി വെച്ചിരുന്ന ഓരോ നിർദ്ദേശങ്ങളും പ്രിസൈസ് ആൻഡ് ഷുഡ് ഹാവ് ഓൺലി വൺ മീനിങ്, അതായത് ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊന്നും എഴുതരുത്. നല്ല ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടുമായിരിക്കണം നിർദ്ദേശങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ ആ അൽഗോരിതം എഴുതുന്നത്. The number of instruction must be finite. അതായത് ഇൻസ്ട്രക്ഷൻ എഴുതി പോയി തുടർന്ന് വാലുപോലെ ഇങ്ങനെ പോകാതെ കൃത്യമായ എണ്ണത്തിനകത്ത് 1, 2 എഴുതി നമ്മൾ കൃത്യമായി ഒരു എണ്ണം, ആ എണ്ണം ചെയ്തു തീരുമ്പോൾ, ആ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ആ നിർദ്ദേശങ്ങൾ അൽഗോരിതത്തിലുള്ള ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ ഫൈനൈറ്റ് സ്റ്റെപ്പുകൾ മാത്രമേ അൽഗോരിതത്തിൽ പാടുള്ളൂ. അല്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളൊന്നും പാടില്ല. അതേപോലെ അൽഗോരിതം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, അൽഗോരിതം എഴുതി കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ്, അൽഗോരിതം എഴുതിയിരിക്കുന്ന ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്ന അൽഗോരിതത്തിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അടുത്തത് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞല്ലോ, അൽഗോരിതത്തെ ചിത്ര രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനല്ലേ ഫ്ലോ ചാർട്ട് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ആനയുടെയും പുലിയുടെയും പടമൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ വരയ്ക്കുന്നതിന് അതിനും കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്റ്റെപ്പുകളും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കിക്കോ, ആദ്യത്തെ ചിഹ്നമാണ് എലിപ്സ് എന്ന് പറയുന്നത്, അല്ലെ. എന്താണ്, ഒരു വൃത്തമല്ല, ഒരു എന്താ പറയുക, എലിപ്സ് എന്ന് പറയുന്നത് എന്താണ്, ടെർമിനൽ സിമ്പിൾ അല്ല എലിപ്സ്, വൃത്തമല്ലല്ലോ, ഒരു നീണ്ട വൃത്തം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ. അപ്പൊ ഇതിനാണ് നമ്മൾ ഒരു അൽഗോരിതത്തിന്റെ തുടക്കവും അവസാനവും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഏത്, എലിപ്സ് എന്ന് പറയുന്ന ചിഹ്നം. അടുത്ത ചിഹ്നമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. നമ്മുടെ ഒരു അൽഗോരിതം, നിങ്ങൾ ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ അൽഗോരിതം സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തൊക്കെയാണ്, ഇതിന്റെ ഉപയോഗം എന്താണ്, അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അടുത്തെന്താണ്, ഇൻപുട്ട് ആണ്, അല്ലെ. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, പാരലലോഗ്രാം ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ്, പാരലലോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൽ ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, പ്രോസസ്സ്, അല്ലെ, ക്രിയകളൊക്കെ ഉപയോഗിക്കുന്ന റെക്ടാങ്കിൾ ആണ്. ഡിസിഷൻ മേക്കിംഗ്, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അൽഗോരിതം സ്വന്തമായിട്ട് എഴുതും, അൽഗോരിതം ഫ്ലോ ചാർട്ട് വരയ്ക്കുകയും ചെയ്യും. അപ്പൊ ഈ ഓരോ ചിഹ്നങ്ങളും എന്തിനു വേണ്ടിയാണ്, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ഫ്ലോ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഈ ചിഹ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യണം, ഒന്നിൽ നിന്ന് അടുത്ത എങ്ങോട്ടാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി കണക്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെ. തമ്മിൽ യോജിപ്പിക്കും. അടുത്ത കണക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു അൽഗോരിതം നിങ്ങൾ എഴുതിയിട്ട് ഒരു ബുക്ക് തീർന്നു. അപ്പോൾ ഒരു അൽഗോരിതത്തിന്റെ ബുക്ക് തീർന്നു, ഒരു അൽഗോരിതം എഴുതി ബുക്ക് തീർന്നു, അവസാനം ഇങ്ങനെ ഒരു ചിഹ്നം വന്നു, ഇനിയും വരയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ ഒരു ഫ്ലോ ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ടർ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്ത പേജിലേക്ക് എഴുതുമ്പം അതേ അക്ഷരം തന്നെ വീണ്ടും എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്ത ചിഹ്നം വരയ്ക്കാൻ. മനസ്സിലായി? അപ്പൊ ഇതിനെയാണ് അവസാനം എഴുതിയിരിക്കുന്നതിനെ കണക്ടർ, തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. എന്താണ്, ഒരു ആരോ മാർക്കും ഒരു വൃത്തവും ഒരു സർക്കിളും, അതിനകത്ത് ഒരു ലെറ്റർ എഴുതും, ഇംഗ്ലീഷ് ലെറ്റർ. അതേ ഇംഗ്ലീഷ് ലെറ്റർ തന്നെ വേണം അടുത്ത പേജിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, വരച്ച് തുടങ്ങാൻ വേണ്ടി. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന ഒരുപാട് ഗുണമുണ്ട്. അൽഗോരിതത്തിന്റെ പിക്ചർ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. എനിക്ക് പിന്നെ അൽഗോരിതം ഉണ്ടല്ലോ, ഇനി ഇതിനെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലോ ചാർട്ടിന് വളരെ ഗുണങ്ങളുണ്ട്. ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. ചിത്രമാണല്ലോ
ഒരു ചിത്രരൂപത്തിൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴല്ലേ ഏറ്റവും എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? കാര്യങ്ങൾ വളരെ എളുപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫ്ലോ ചാർട്ട് തന്നെയാണ്. എഫക്റ്റീവ് അനാലിസിസ്, നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം, അല്ലെ? എവിടെ തുടങ്ങി എവിടെ തീരുന്നു, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതും ഫ്ലോ ചാർട്ടിലൂടെയാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ എഫക്റ്റീവ്സ് അല്ലെ ഫ്ലോ ചാർട്ട് ആർ യൂസ്ഡ് ടു വർക്കിംഗ് മോഡൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ സ്കൂളുകളിലൊക്കെ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാൻ? എന്തെങ്കിലും ഒരു അതായത് ഒരു വലിയ ഫാക്ടറിയുടെ അല്ലെങ്കിൽ വലിയൊരു പ്രവർത്തന ഒരു മെഷീന്റെ ഒരു സ്മോൾ മോഡൽ ഉണ്ടാക്കി വെക്കണം. അതിനാണ് വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്, അല്ലെ? ഈ ശാസ്ത്രമേളകൾക്കൊക്കെ ചെറിയ ചെറിയ വർക്കിംഗ് മോഡൽ. അതേപോലെ നമുക്ക് ഫ്ലോ ചാർട്ടിനെ കാണാം. യഥാർത്ഥ പ്രോഗ്രാമിന്റെ ഒരു വർക്കിംഗ് ചെറിയ മോഡലായിട്ട് നമുക്ക് ഫ്ലോ ചാർട്ടിനെ കാണാം എന്നാണ്. അടുത്ത എന്താണ് എഫിഷ്യന്റ് കോഡിംഗ്, അല്ലെ? ഈ ഫ്ലോ ചാർട്ട് നല്ല രീതിയിലാണ്, നമുക്കറിയാലോ ഒരു വീടിന്റെ പ്ലാൻ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് പണിയാൻ വളരെ എളുപ്പമാണ്, വേറെ ഒരു സംശയം ഉണ്ടാവത്തില്ല. കൃത്യമായിട്ട് ആ പ്ലാൻ നോക്കി പണിയാൻ മതി. അപ്പൊ എഫിഷ്യന്റ് കോഡിംഗ് അടുത്ത സ്റ്റെപ്പാണ്. കോഡിംഗ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കോഡിംഗിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ കോഡിംഗ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കും നല്ലൊരു ഫ്ലോ ചാർട്ട് ആണെങ്കിൽ. അപ്പം അതാണ് എന്താണെന്ന് വെച്ചാൽ ഇത്രയാണ് അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത് ഫേസസ് ഇൻ, നമ്മൾ ആദ്യം അപ്രോച്ചുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫേസസ് ഇൻ പ്രോഗ്രാമിന്റെ രണ്ട് ഘട്ടമേ പറഞ്ഞുള്ളൂ. എന്താണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷനും അതേപോലെ എന്താണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ അൽഗോരിതം ഫ്ലോ ചാർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ എഴുതും എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അൽഗോരിതം ഫ്ലോ ചാർട്ട് എഴുതാനാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ പഠിക്കുന്നത്. അതിന് അടുത്ത ക്ലാസ്സും അൽഗോരിതം ഫ്ലോ ചാർട്ട്. അപ്പോൾ 2 ക്ലാസ്സുകളും വേണ്ടി വരും. അൽഗോരിതം കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ അൽഗോരിതം ഫ്ലോ ചാർട്ടും നമ്മൾ ചെയ്യും. അത് ചെയ്ത് കഴിയുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അൽഗോരിതം ഫ്ലോ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ പറയാനുണ്ടല്ലോ, ആ സ്റ്റെപ്പുകളെ കുറിച്ച് കുറച്ച് ബ്രീഫ് ആയിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ചൊക്കെ കുറച്ച് മാത്രമേ പറയാനുള്ളൂ. അതുകൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ ഏകദേശം ഇനി ഒരു 3 ക്ലാസ് കൂടെ വേണ്ടി വരും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഓക്കെ ആണല്ലോ. നമ്മൾ ചാപ്റ്റർ ക്ലാസ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങൾ എന്നോട് ചോദിക്കാനുള്ള മാർഗം താഴെ ടെലഗ്രാം ലിങ്ക് ഉണ്ട്, അതിലേക്ക് വരാം. നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ചോദിക്കാം, ഡിസ്കഷൻ നടത്താം. അല്ലെങ്കിൽ കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെ? അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് ഉടനെ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ വണക്കം.